ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ നിസാമുദ്ദീനിലാണ് ഉള്ളത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ മറ്റേ അക്ഷരദാൻ ടെമ്പിളില്ലേ, അതിന് അടുത്തന്നായിട്ടാണ് നമ്മുടെ ഹോട്ടൽ കിട്ടിയിട്ടുള്ളത്. എനിക്ക് നേരം വൈകിപ്പോയി, 8:30 ഇന്നലെ രാത്രി കിടന്നപ്പോൾ 2 മണി കഴിഞ്ഞ്, അതായത് 1 മണിയായി അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ. അത് കഴിഞ്ഞ് 2 മണി കഴിഞ്ഞു നമ്മുടെ ഈ ഹോട്ടലിൽ ഈ റൂമിലെത്തിയപ്പോൾ. എന്നിട്ട് കിടന്ന് ഉറങ്ങി. അലാമൊക്കെ വെച്ച്, പക്ഷെ ഞാനത് ഓഫ് ചെയ്ത് കിടന്നുറങ്ങി. അപ്പം ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അടിച്ചു പൊളിക്കണം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ വ്ളോഗിലുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും മാക്സിമം കാണാം. പിന്നെന്താ പറയുക, അപ്പോൾ ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കണ്ടേ? അപ്പോൾ ഞങ്ങൾ ചായക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബണ്ണ്, ബ്രെഡ്, ചപ്പാത്തി, ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കഴിക്കാം. ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ. ഞങ്ങൾ രാവിലെ തന്നെ ബൈക്ക് റെൻറ്റിന് എടുക്കാൻ പോകട്ടോ. ഹോട്ടലിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് ഷോപ്പ് എന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചധികം ദൂരമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ മാപ്പ് നോക്കിയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ മാപ്പ് ഏറ്റവും സിമ്പിൾ വേല കാണിക്കുള്ളൂ. അപ്പോൾ ഒരു പാർക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ നടന്ന് മറ്റേ എന്താ പറയുക, കുറേ കടകളൊക്കെ ആയിട്ട് റോഡ് സൈഡിൽ. അപ്പോൾ നോക്കിയപ്പോഴേ ഒരാളാക്രമിക്കണ്, ഒരു കൂട്ടം ചേർന്നിട്ട്. തൊട്ടപ്പുറത്ത് എന്തോ ഫുഡിൻ്റെ ഇഷ്യൂ ആണ്. അയാളുടെ കടയത്തെ ഫുഡൊക്കെ വലിച്ചു വാരി എറിഞ്ഞ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ ഇഷ്യൂ ആണ്, എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ മുഖമൊക്കെ ചമ്മന്തിയാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ എടുത്തില്ല, ഞങ്ങളങ്ങോട്ട് നടന്നു. പിന്നെ ഞങ്ങൾ റെൻ്റൽ ഷോപ്പിലെത്തി. അപ്പോൾ അവിടെ വിളിച്ചപ്പോൾ ഒരാളിപ്പോൾ വരാമെന്ന് പറഞ്ഞു. തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആളെത്തി. ആളാട്ടത് അവിടെ ചെന്നിട്ട് ID പ്രൂഫ്, ലൈസൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോന്നു. ലൈസൻസ് നമ്മുടെ കയ്യിലേക്ക് തന്നു, ആധാർ അവിടെ വാങ്ങി വെച്ചുട്ടാ. അങ്ങനെ 2 ഹെൽമെറ്റ് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഏട്ടനും. ഒരെണ്ണം അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയാണ്. പിന്നെ രണ്ടാമത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിയതാണ്. പിന്നെ ആ ഗോഡൗണിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങളങ്ങോട്ട് ഇറങ്ങി. പിന്നെ അവിടെ കണ്ട വേറൊരു കാഴ്ച കേട്ടോ. അവിടെ മിക്ക വീട്ടിലും പശുവുണ്ട്. പശുവിനെ അവർ വീടിൻ്റെ ഉള്ളിലാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ പോകുമ്പോൾ പുറത്തുനിന്ന് കുളിപ്പിക്കുന്നുണ്ടായിരുന്നു പശുവിനെ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഹോൾ തന്നെയാണ് തോന്നുന്നത് അവിടെ കിട്ടിയിരിക്കണത്. പിന്നെ പൂജിക്കുന്നുണ്ട് പശുവിനെ. അങ്ങനെ ഒരുപാട് കാണാത്ത കാഴ്ചകൾ നമ്മൾ കണ്ടു. പശുവിനെ കണ്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടുകളിലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ അകത്ത് കയറ്റി പശുവിനെ പൂജിക്കണു, അകത്തേക്ക് എടുത്തിരിക്കുന്നു, അങ്ങനെയൊക്കെ. It's enough fuel for the nearby people. I will see the location of the nearby people. പിന്നെ ഞങ്ങൾ ഹെൽമെറ്റ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് അത് കൊടുത്തു. അവിടെ ഫുൾ കള്ളന്മാരാണ്. വണ്ടി വെച്ചൊന്നും പോകാൻ പറ്റിയില്ല. ഞങ്ങൾ റെഡ് ഫോർട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസ്ക് മുഖ്യം വികില്ലേ ഇത് കാണുന്നുണ്ട്. കുറേ സ്കൂൾ പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് കൈ നോക്കി പിള്ളേരാ പിന്നാലെ വന്നുള്ളൂ. അവരുടെ ബസ്സിൽ കയറാനായിരുന്നു. ദൈവമേ, ഇവിടെ കുറേ സ്ഥലമുണ്ട്. മാപ്പ് നോക്കി പോവാം. നീളു രക്ഷ കണ്ട പിള്ളേർ. ഏയ്
മാത്രമാണ് വീട്ടിൽ. എന്നെ കാണുന്നുണ്ടോ? റെഡ് ഫോർട്ട് നമ്മുടെ ബാക്കിലുണ്ട് ഗൈസ്. കണ്ടോ. മുഗൾ ഭരണകാലത്ത് ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ പണി കഴിപ്പിച്ചതാണ് ചെങ്കോട്ട. ചുവപ്പുകോട്ട എന്നാണ് ഇത് യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം ഇത് പണിതുയർത്തിരിക്കുന്നത് ചുവന്ന കല്ലിൽ ആണ് എന്നത് തന്നെയാണ്. കില ഇ മു അല്ല എന്നാണ് ഉറുദു ഭാഷയിൽ ഷാജഹാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. ആരെയും ആകർഷിക്കുന്ന രൂപഭംഗി തന്നെയാണ് ചെങ്കോട്ടയുടെ പ്രധാന പ്രത്യേകത. 2.5 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ടയുടെ കിഴക്ക് വശത്തു കൂടി യമുന നദി ഒഴുകുന്നു. വശ്യസുന്ദരമായ ഒരു ഭംഗിയാണ് ഈ പ്രദേശത്തിനുള്ളത്. പടിഞ്ഞാറ് വശത്തുള്ള ലാഹോറി ഗേറ്റാണ് കോട്ടയുടെ പ്രധാന പ്രവേശന കവാടം. ചെന്നപ്പോൾ കൊറിയൻ റൂഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടാ. ഫുൾ ക്രൗഡായിരുന്നു. നമുക്ക് പേടിയാണ്. നമ്മുടെ ഫോണൊന്ന് എടുത്ത് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. ഫുൾ കള്ളന്മാരാ. ഞങ്ങൾ പോവാണ് റെഡ് ഫോർട്ടിൽ. അവിടുന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ടൈം 2 മണിക്കായിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ മാപ്പിൽ നോക്കിയപ്പോൾ ഒരു സ്പോട്ട് കണ്ടു. അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനായിരുന്നു ഞങ്ങൾ കഴിച്ചിരുന്നത്. ഒരു ഫുള്ള് വാങ്ങി ഞങ്ങൾ 2 പേരും കൂടി ഷെയർ ചെയ്തു. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി. നമ്മളിപ്പോൾ ലോട്ടസ് ടെമ്പിളിലോട്ട് പോകാൻ പോവാണ്. അവിടെ എത്തി. പാർക്കിംഗ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാട്ടോ ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. കാരണം നമ്മുടെ കയ്യിൽ ട്രൈപോഡ് ഉണ്ടായിരുന്നു. ട്രൈപോഡ് ഉള്ളിലേക്ക് കടത്തില്ല. ക്ലോക്ക് റൂമിൽ വെക്കാന്ന് വെച്ചാലും ക്ലോക്ക് റൂം എവിടെയാണെന്ന് അറിയണ്ടേ. ആരോട് ചോദിച്ചാൽ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയണേ. കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അന്വേഷിച്ച് നടക്കാനുള്ള ടൈം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് ദിവസമാണ്. അതിനുള്ളിൽ ഡൽഹി എല്ലാം കറങ്ങി തീരണം. പിന്നെ മണാലി പാക്കേജ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ മാക്സിമം പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ട്രാഫിക് അൺസഹിക്കബിളാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോയി നമ്മുടെ അക്ഷരധാം ടെമ്പിളിലെത്തി. അവിടുത്തെ ഒരു ആംബിയൻസ് പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ടെമ്പിളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോഴേക്കും ഞങ്ങളുടെ ഹെൽമെറ്റ് കള്ളം കൊണ്ടുപോയി ഗൈസ്. അപ്പോൾ ഡൽഹിയിൽ വരുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഹെൽമെറ്റ് കൊണ്ടുവരുന്നവരെ ലോക്കും കൂടി കൊണ്ടുവരാട്ടാ. എന്തോന്ന് ആൾക്കാരുടെ ഇത്. എന്ത് ചെയ്യുമല്ലയ്യ. ഹെൽമെറ്റ് അടിച്ചു പോയി. വെള്ളം കൊണ്ടുപോയി. 2 ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം കാണാനില്ല. ഞങ്ങൾ ഇവിടെ വണ്ടി വെച്ചിട്ട് പോയതാ പാർക്കിങ്ങിൽ. അകത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അടിച്ചുകൊണ്ട് പോയി ഹെൽമെറ്റ്. എന്ത് ചെയ്യും? ഞങ്ങൾ ഇന്നത്തെ പ്രയാണം കഴിച്ചിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഹോട്ടൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയാണ് ഗൈസ്. ഓക്കെ ചേട്ടാ. അപ്പോൾ നമുക്ക് ഇന്ന് റെഡ് ഫോർട്ട്, അക്ഷരധാം, ലോട്ടസ് ടെമ്പിൾ ഇത്രയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയുള്ളൂ. ഞങ്ങൾ വണ്ടി റെൻറ്റിന് എടുത്തുകൊണ്ട് ട്രാഫിക് അപാരമായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ പോകുന്നവർ മാക്സിമം മെട്രോ യൂസ് ചെയ്ത് പോവുക. അപ്പോൾ ട്രാഫിക് ഇല്ലാണ്ട് എല്ലായിടത്തേക്കും പോകാൻ പറ്റും. അപ്പോൾ
എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കാണാം. മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട്. കൂടുതലും ഞങ്ങൾക്ക് പേടിയാണ്, ഒന്ന് ക്യാമറ ഒന്ന് ഉയർത്താൻ പോലും ഞങ്ങൾക്ക് പേടിയാണ്. ഫുൾ കള്ളന്മാരാ. ഇപ്പം കണ്ടില്ലേ, ഹെൽമെറ്റ് അടക്കം അടിച്ചുകൊണ്ട് പോവാം. ഞങ്ങൾക്ക് അവിടെ ക്ലോക്ക് റൂം, ഹെൽമെറ്റൊന്നും വെക്കാൻ ക്ലോക്ക് റൂം അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വെക്കാഞ്ഞത്. ഇപ്പോൾ ഇത് അക്ഷരധാം ടെമ്പിളാണ്. അവിടെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഫോൺ കൊടുക്കാനുള്ള ക്ലോക്ക് റൂമുണ്ട്. പിന്നെ അവിടെ ചെന്ന് തിരിച്ചു പോന്നു. അപ്പോൾ റൂമിലെത്തിയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ഒരു ലോങ് ട്രിപ്പ് തന്നെയാണ്. 10 days ആയിരുന്നു ട്രിപ്പ്. അപ്പോൾ ഫുൾ വ്ലോഗ് വരുന്നതായിരിക്കും പതുക്കെയായാലും. അപ്പോൾ എല്ലാവരും കാണാം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.